എല്ലാവർക്കും കറണ്ട് അഫെയർ വീഡിയോയിലോട്ട് സ്വാഗതം. 2025 നവംബർ മാസം കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയെക്കുറിച്ചും അതേപോലെ ലോകത്തിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. ആദ്യത്തേനെ നമുക്ക് പ്രധാനപ്പെട്ട പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ നോക്കാം. നവംബർ 1 തന്നെ വലിയൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തേണ്ടായി. എന്തായിരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം ഏതാണ്? കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചു. ആ ഒരു പ്രഖ്യാപന വേളയിൽ മുഖ്യാതിഥി ആരായിരുന്നു? മമ്മൂട്ടിയായിരുന്നു. നവംബർ 1 പ്രഖ്യാപനം നടത്തിയത് അല്ലേ? എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ? ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം ഇല്ലാത്ത ഒരു സർക്കാർ പദ്ധതിയുടെയും ഭാഗമല്ലാത്ത കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുക. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ടാവുമല്ലോ, അതുപോലും ഇല്ലാത്ത ദരിദ്രരെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ഉണ്ടാക്കിയൊരു പദ്ധതിയാണിത്. 2021 ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ച്. ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളമാണ്. ആ ഒരു പ്രഖ്യാപന വേളയിൽ മുഖ്യാതിഥി ആരായിരുന്നു? മമ്മൂട്ടിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ല കണ്ണൂരാണ്. നമുക്കത് എന്തുമാതിരി കണക്ട് ചെയ്യാം? നമുക്കറിയാമല്ലോ, നമ്മൾ സ്വന്തം വീട്ടിലെ ദാരിദ്ര്യം തുടച്ച് നീക്കിയിട്ടല്ലേ നമ്മൾ ചുറ്റുവട്ടത്തെ ദാരിദ്ര്യമൊക്കെ തുടച്ച് നീക്കുക. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരുകാരനാണല്ലോ. അപ്പോൾ ആദ്യം അവിടുത്തെ ദാരിദ്ര്യമാണ് പിണറായി സർക്കാർ തുടച്ച് നീക്കിയത്. നമ്മളങ്ങനെ കണക്ട് ചെയ്യാം. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ നമ്മൾ PSC പഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എക്സാം ടൈമിൽ ഓർമ്മ ഉണ്ടാവും. പ്രത്യേകിച്ച് കറണ്ട് അഫെയറും കടൽ പോലെ കിടക്കുന്നൊരു ടോപ്പിക്കാണ്. അപ്പം ആ ഒരു എക്സാം ടൈമിൽ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻസ് വരും. നമുക്ക് എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ല ഏതാണ്? കണ്ണൂരാണ്. അപ്പം നമുക്കതങ്ങനെ കണക്ട് ചെയ്യാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമ്മളെപ്പോലെ ഇപ്പം തുടക്കത്തിലുള്ള വീഡിയോ ആണ്. അപ്പം വളരെയധികം സപ്പോർട്ടും നമുക്കൊരു പ്രചോദനമൊക്കെയാണ്. ഇനി നമുക്ക് അവാർഡുകൾ നോക്കാം. പദ്ധതികൾ ഇനിയുണ്ട് പഠിക്കാൻ. അപ്പോൾ തുടക്കത്തിൽ തന്നെ പദ്ധതികൾ ഇങ്ങനെ കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് അവാർഡ് പഠിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എഴുത്തച്ഛൻ അവാർഡ്, ഇപ്പോൾ നവംബർ മാസം ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ നവംബർ മാസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ അവാർഡ് നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ അവാർഡ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് എന്ന് പറയുന്നത്. 1993 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത്. കവിയായിരുന്നു. പിന്നെ രണ്ടാമത് ലഭിക്കുന്നത് തകഴി. 2024 ലഭിച്ചത് NS മാധവനാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവാർഡിനെ കുറിച്ച് പറഞ്ഞതാണ്. നമുക്ക് എഴുത്തച്ഛൻ അവാർഡ് 2025 പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതേ. അപ്പം കേരളത്തിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപ്പിള്ള. ആരാണ്? KG ശങ്കരപ്പിള്ള. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരമാണ്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്കറിയാം, ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്കായിരുന്നു? G ശങ്കരക്കുറുപ്പ് അല്ലേ? അപ്പോൾ ആ പേരുമായിട്ട് ഇത്തവണത്തെ എഴുത്തച്ഛൻ അവാർഡിനെ ഒന്ന് കണക്ട് ചെയ്യണം. നമ്മൾ കേരളത്തിലെ ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ്. അതുമായിട്ട് G ശങ്കരക്കുറുപ്പിനെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പേര് കിട്ടും, KG ശങ്കരപ്പിള്ള. എന്താണ് KG ശങ്കരപ്പിള്ള? നമ്മൾ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എക്സാം ടൈമിൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ ഈ 2025 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വദേശി എന്ന് പറയുന്നത് എറണാകുളത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് ബംഗാൾ എന്ന് പറയുന്നത്. എന്താണ് ബംഗാൾ? കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1998 അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 4 വർഷത്തിന് ശേഷം 2002 ലഭിച്ചു.
അപ്പം ഈ 2 അവാർഡ് ലഭിക്കുന്നത് ഒരു കൃതിക്കാണ്. ഏതാണ്? KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ. അദ്ദേഹം കുറേ കവിതകൾ എഴുതിയിട്ട് ഒരു ബുക്കാക്കി. അതാണ് കവിതാ സമാഹാരം. ആ ബുക്കിൻ്റെ പേരാണ് KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ. ആ ബുക്കിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡും അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നത്. ഒന്നും കൂടി പറയാം. എഴുത്തച്ഛൻ അവാർഡ് 2025 ലഭിക്കുന്നത് KG ശങ്കരപ്പിള്ള. അപ്പം നമ്മൾ ആരെ ആലോചിക്കണം? G ശങ്കരക്കുറുപ്പിനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? KG ശങ്കരപ്പിള്ള. ഈ കേനെ നമ്മൾ കേരളം എന്നോ എന്തെങ്കിലും ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പം KG ശങ്കരപ്പിള്ള. അപ്പോൾ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1998 4 വർഷത്തിന് ശേഷം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2002 ലഭിച്ചു. പിന്നെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് ദ ട്രീസ് ഓഫ് കൊച്ചിൻ. എന്താണ് ദ ട്രീസ് ഓഫ് കൊച്ചിൻ? ഇദ്ദേഹം എറണാകുളത്തുകാരനാണ്. തീർച്ചയായും ഇദ്ദേഹം ഒരു കവിയാണ്. അപ്പം സ്വന്തം നാട്ടിലെ കവിതകളൊക്കെ എഴുതുമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. എന്താണ് ദ ട്രീസ് ഓഫ് കൊച്ചിൻ? ബുക്കിൻ്റെ പേരാണ് ദ ട്രീസ് ഓഫ് കൊച്ചിൻ. അതേപോലെ ഗൂർഗ ദ ട്രീസ് ഓഫ് കൊച്ചിനും ഗൂർഗയും. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് ബംഗാൾ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പ്രൈസ് 2025 ലഭിക്കുന്നത് അരുണ റോയ്ക്കാണ്. ഒന്നും കൂടി പറയാം. KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പ്രൈസ് 2025 ലഭിച്ചത് അരുണ റോയ്. അവർ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയാണ്. അതേപോലെ മസ്തൂർ കിസാൻ ശക്തി സംഗീതൻ സ്ഥാപകരിൽ ഒരാളാണ്. ഇനി അടുത്തത് തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി അവാർഡ് 2025 ലഭിച്ചത് KJ യേശുദാസിനാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി അവാർഡ് 2025 ലഭിച്ചത് KJ യേശുദാസിന്. ഇനി കേരള പുരസ്കാരം ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള പുരസ്കാരം 2025 അത് കേരള ജ്യോതി, കേരളപ്രഭ, അതേപോലെ കേരളശ്രീ, അങ്ങനെ 3 അവാർഡുകളാണുള്ളത് അല്ലേ. അതിൽ കേരള ജ്യോതി ഒരാൾക്കും കേരളപ്രഭ 2 പേർക്കും കേരളശ്രീ അവാർഡ് 5 പേർക്കും നൽകുന്നു. ഇത്തവണത്തെ കേരള ജ്യോതി അവാർഡ് ലഭിക്കുന്നത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ് ലഭിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്ത് പഠിപ്പിക്കണമെന്നുണ്ട്. എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് വളരെ നല്ലത്. അപ്പം കേരള ജ്യോതി അവാർഡ് ലഭിക്കുന്നത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. ഇനി കേരളപ്രഭ അവാർഡ് ലഭിക്കുന്നത് PB അനീഷിനും രാജശ്രീ വാര്യർക്കാണ്. PB അനീഷ് കൃഷിക്കാരനാണ്. കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ. അപ്പോൾ കൃഷിയിൽ വളരെ അത്യാവശ്യമാണല്ലോ പമ്പ് ചെയ്യൽ, മോട്ടർ വെള്ളം എത്തിക്കൽ. വെള്ളമില്ലാതെ കൃഷിയില്ലല്ലോ. അപ്പോൾ പമ്പിങ്ങിൽ നിന്ന് നമുക്ക് PB കിട്ടുമല്ലോ. അപ്പോൾ PB അനീഷ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ PB അനിൽ, PB അനീഷ് എന്നൊക്കെ തരാമല്ലേ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പം കൃഷി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷാ വരുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ പേരിലും ഷാ വരുന്നുണ്ട്, അനീഷ്. അപ്പോൾ നമുക്കങ്ങനെ ഓർത്ത് വയ്ക്കാം. PB അനീഷ്. എന്താണ്? PB അനീഷാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് രാജശ്രീ വാര്യർ. ആ പേര് തന്നെ ഒരു എടുപ്പുണ്ടല്ലേ. അപ്പം കലയിലാണ്. അപ്പം ഇവർ നർത്തകിയാണ്. അപ്പോൾ ഇവരുടെ ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ രാജശ്രീ വാര്യർക്കാണ് കേരളപ്രഭ കിട്ടിയത്, രണ്ടാമത്തെ ആൾ. അപ്പോൾ 2 പേർക്കാണ് കിട്ടിയത്, കേരളപ്രഭ PB അനീഷും അതേപോലെ രാജശ്രീ വാര്യറും. ഇനി നമുക്ക് കേരളശ്രീ അവാർഡ് നോക്കാം. ശശികുമാർ, ഷഹൽ ഹസൻ, MK വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിലുമോൾ, ഇത്രയും പേർക്കാണ് കേരളശ്രീ അവാർഡ് ലഭിച്ചത്. വിമൽ ഗോവിന്ദ്, ഇദ്ദേഹത്തിന് സ്റ്റാർട്ടപ്പിലാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഇദ്ദേഹം ജെൻ റോബോട്ടിക്സിൻ്റെ സ്ഥാപകനാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഓവുചാലൊക്കെ വൃത്തിയാക്കൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അങ്ങനെ ഇദ്ദേഹം വികസിപ്പിച്ചൊരു റോബോട്ടായിരുന്നു എന്ത് ബാൻഡിക്കൂട്ട്. ഫേമസ് ആയിട്ടുള്ള റോബോട്ടാണ്. പിന്നെ വേറെ ഒന്നാണ് വിൽമോർ റോബോട്ട്. ഈ ഭൂഗർഭ മാലിന്യച്ചാലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. വിൽമോർ എന്തിനാണ്? ഭൂഗർഭ മാലിന്യച്ചാൽ വൃത്തിയാക്കാനും. ബാൻഡിക്കൂട്ട് റോബോട്ട് ഓവുചാൽ വൃത്തിയാക്കാൻ ഉള്ളതുമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വിമൽ ഗോവിന്ദ് ജെൻ റോബോട്ടിക്സിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. ഇനി അഭിലാഷ് ടോമി നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ. ഇദ്ദേഹം നാവികസേനയുടെ
സാഗർ പരിക്രമ 2 പദ്ധതിയുടെ ഭാഗമായി പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കപ്പലിൻ്റെ പേര് മാതേയി എന്നാണ്. മാതേയി. അതേപോലെ ഗഗൻയാൻ പദ്ധതിയിൽ ഉപദേഷ്ടാവായിട്ടും ഇദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. ഇപ്പം ഗഗൻയാൻ പദ്ധതി എന്ന് പറയുമ്പോൾ ബഹിരാകാശ യാത്രികർ തിരിച്ചിറങ്ങുമ്പോൾ കടലിലാണല്ലോ ഇറങ്ങുക. അപ്പം അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഉപദേഷ്ടാവായിട്ടാണ് ഗഗൻയാൻ പദ്ധതിയിൽ ഉള്ളത്. ഓക്കെ. ശശികുമാർ, അദ്ദേഹത്തെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇദ്ദേഹം ജേർണലിസ്റ്റാണ്, ചലച്ചിത്രകാരനാണ്, അഭിനേതാവ് കൂടിയാണ്. അതേപോലെ NS മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന നോവല് ഹിന്ദിയിൽ കായാത്തരൻ എന്ന പേരിൽ സിനിമയാക്കി. അത് ഇദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. ഓക്കെ. NS മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ ഹിന്ദിയിൽ കായാത്തരൻ എന്ന പേരിൽ ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇത്തവണ കേരളശ്രീ അവാർഡ് ലഭിച്ചു. അടുത്തത് ഒരു സൂപ്പർ ലേഡിക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്, ജിൽമോൾ മാരിയറ്റ് തോമസ്. അപ്പം ഇവർക്ക് എന്താണ്, 2 കൈകളും ഇല്ല. ഏഷ്യയിൽ ആദ്യമായി 2 കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച വനിതയാണ്. അതേപോലെ ചിത്രം വരയ്ക്കുകയും ചെയ്യും. കയ്യില്ലാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടില്ലല്ലേ, കാലുകൊണ്ട് വരച്ചു. അപ്പോൾ നമുക്കൊക്കെ 2 കൈയും 2 കാലൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കെന്താ, ഇവർ കണ്ടില്ലേ, ഇവർ ഡ്രൈവിംഗ് പഠിച്ചു. ലൈസൻസ് ലഭിക്കാനൊക്കെ ഒരുപാട് പൊരുതിയിട്ടാണ് ലൈസൻസ് ലഭിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ 2 കൈയുമില്ല, അമ്മയില്ലാതെ വളർന്ന് വളരെ ഉയരത്തിൽ പറന്ന ഒരു വനിതയാണല്ലേ. അടുത്തത് ഷഹൽ ഹസൻ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യാം. പദ്ധതികൾ നേരത്തെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി പഠിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻസ് വേണ്ട എന്ന് വെച്ചിട്ടാണ് അതിനിടയിൽ അവാർഡുകൾ പറഞ്ഞത്. നമുക്ക് പദ്ധതികൾ വീണ്ടും നോക്കാം. അപ്പം പ്രജ്വല പദ്ധതി. എന്താണ് പ്രജ്വല പദ്ധതി? മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന യുവജനതയ്ക്ക് 1 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണിത്. അപ്പം ജോലിയൊന്നും ഇല്ലാത്ത യുവജനതയ്ക്ക് 1 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് നൽകും. അതിന് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കേ ലഭിക്കുള്ളൂ. ആദ്യം അപേക്ഷിക്കുന്ന 5 ലക്ഷം പേർക്ക് ലഭിക്കുള്ളൂ. അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പ്രതിമാസം യുവജനതയ്ക്ക് 1000 രൂപ വെച്ച് നൽകുന്ന പദ്ധതിയാണെന്ത്? പ്രജ്വല പദ്ധതി. ആർക്കാണ്? മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന യുവജനതയ്ക്കാണ്. പിന്നെ ഒരു പ്രഖ്യാപനമാണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭജല തുരങ്കപാത എവിടെയാണ് വരുന്നത്? ഫോർട്ട് കൊച്ചി ടു വൈപ്പിൻ. ഫോർട്ട് കൊച്ചി മുതൽ വൈപ്പിൻ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭജല തുരങ്കപാത വരുന്നത്. ഇനി നമുക്ക് അടുത്ത പദ്ധതി നോക്കാം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത്. അത് കാസർഗോഡാണ്. ഏത് ജില്ലാ പഞ്ചായത്താണ്? കാസർഗോഡ്. അത് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. നമുക്കറിയാലോ, എൻഡോസൾഫാനൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കാസർഗോഡ് ജില്ലയെയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ നല്ല രീതിക്ക് തന്നെ പ്രവർത്തിക്കും. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും അല്ലേ. പക്ഷേ അടുത്തത് ഇനിയൊരു കൺഫ്യൂഷൻ വരുന്ന ഫാക്റ്റാണ്. മികച്ച ജില്ലാ ഭരണകൂടം മലപ്പുറമാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി കൺഫ്യൂഷൻസ് ഉണ്ടാവാതെ പഠിക്കണം. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡും മികച്ച ജില്ലാ ഭരണകൂടം മലപ്പുറമാണ് വരിക. അപ്പം ഇത് പഠിക്കാൻ ഇച്ചിരി പാടാണല്ലേ. അപ്പോൾ നമ്മളിത് വീണ്ടും ബൈ ഹാർട്ട് തന്നെ പഠിച്ച് വയ്ക്കുക. പിന്നെ അടുത്തത് പറയാവുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചാണ്. പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവരും അതേപോലെ മറ്റു സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടാത്തവരുമായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി. അതിന് പ്രായപരിധിയുണ്ട്. എത്രയായിരിക്കണം? 35നും 60നും ഇടയിൽ പ്രായം ഉള്ളവർക്കേ ലഭിക്കുള്ളൂ. മുതിർന്ന പൗരന്മാർക്ക് പിന്തുണയേകാൻ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന സംരംഭമാണ് ടൈം ബാങ്ക്. എന്താണത്? മുതിർന്ന പൗരന്മാർക്ക് പിന്തുണ
ഏകാൻ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതി അല്ലെങ്കിൽ സംരംഭമാണ് ടൈം ബാങ്ക്. ഇത് യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അവിടെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ യുവതി യുവാക്കൾ ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യും. ഇതിൽ ടൈമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടൈം ബാങ്കിൽ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ വളണ്ടിയർ ആവുകയാണ് ചെയ്യുന്നത്. പ്രായമായവരെ, അങ്ങനെ കിടപ്പ് രോഗികളെ, ആക്സിഡൻറ്റ് പറ്റിയവരെ, അവരെയൊക്കെ പരിചരിക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ, ഒരു മാസം പോവുകയാണെങ്കിൽ ആ ഒരു മാസം ഈ ടൈം ബാങ്കിൽ ഇൻവെസ്റ്റ് ആകും. അപ്പം നമ്മൾക്ക് ഭാവിയിൽ ആക്സിഡൻറ്റ് പറ്റുകയോ നമുക്ക് പ്രായമാകുമ്പോൾ ആരും നോക്കാനൊന്നും ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മളെ ടൈം ബാങ്ക് ഹെൽപ്പ് ചെയ്യും. ടൈം ബാങ്ക് നമ്മൾ എത്ര കാലം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ കൂടുതൽ ടൈം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ടൈം ബാങ്ക് വളണ്ടിയറെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വളണ്ടിയറെ കൊണ്ടുവരും. അതാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ കോട്ടയം ജില്ലയിലെ ഏലിക്കുളം പഞ്ചായത്തിലാണ് ഇതിപ്പം നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഉപയോഗിച്ച മരുന്നുകൾ ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല. ഉപയോഗിച്ച മരുന്നുകൾ ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കോഴിക്കോട്. ഇപ്പോൾ ഉപയോഗിച്ച മരുന്നുകൾ എന്ന് പറയുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന മരുന്നൊക്കെ ഉണ്ടാവില്ലേ, ആൻറ്റിബയോട്ടിക് എല്ലാം, അതൊക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അത് പരിസ്ഥിതിക്ക് ദോഷമാണല്ലോ. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ശേഖരിക്കുന്ന ഒരു പദ്ധതി കോഴിക്കോട് കൊണ്ടുവന്നു. അവരത് ശേഖരിച്ചു. അങ്ങനെ ഉപയോഗിച്ച മരുന്നുകൾ ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കോഴിക്കോട്. ഇനി നമ്മൾക്ക് വീണ്ടും അവാർഡിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരുപാട് അവാർഡുകൾ ഈ നവംബർ മാസം തന്നെ വന്നു. അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻസ് ആവാതിരിക്കാൻ വേണ്ടി അവാർഡും പദ്ധതിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പം വീണ്ടും അവാർഡ്സ് പറയാൻ പോവുകയാണ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അല്ലെങ്കിൽ 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. 2024 സിനിമകൾക്കുള്ള അവാർഡാണ്. അത് കൊടുത്തത് 2025 ഉള്ളൂ. അപ്പം അതിൽ മികച്ച നടൻ മമ്മൂട്ടിയാണ്. ആരാണ് മികച്ച നടൻ? മമ്മൂട്ടി. സിനിമ ഭ്രമയുഗം. സിനിമ ഏതാണ്? ഭ്രമയുഗം. അപ്പം ഈ ഭ്രമയുഗത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഭ്രമയുഗം സംവിധാനം ചെയ്തതും അതേപോലെ തിരക്കഥ എഴുതിയതും ഒരാളാണ്, രാഹുൽ സദാശിവം. അദ്ദേഹത്തെയും കൂടി ഒന്ന് ഓർക്കണം. ഭ്രമയുഗം സംവിധാനവും തിരക്കഥയും എഴുതിയത് രാഹുൽ സദാശിവം ആണ്. മികച്ച നടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച നടി ഷംല ഹംസ. ആരാണ്? ഷംല ഹംസ. സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഏതാണ് സിനിമ? ഫെമിനിച്ചി ഫാത്തിമ. ആ സിനിമ ഡയറക്റ്റ് ചെയ്തത് ഫാസിൽ മുഹമ്മദ് ആണ്. ആരാണ്? ഫാസിൽ മുഹമ്മദ്. നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. മികച്ച നടി ഷംല ഹംസ. അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസിൽ മുഹമ്മദ് ആണ്. ഓർത്ത് വയ്ക്കുക. ഇനി സിനിമ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുമായിരിക്കും അല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. പിന്നെ മികച്ച സിനിമ ഏതാണ്? മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്താണ്? 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ആദ്യ മലയാള സിനിമയാണല്ലേ മഞ്ഞുമ്മൽ ബോയ്സ്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണല്ലോ മഞ്ഞുമ്മൽ ബോയ്സ്. ആ സിനിമയുടെ സംവിധായകൻ ആരാണ്? ചിദംബരം എസ് പൊതുവാൾ. ആരാണ്? ചിദംബരം എസ് പൊതുവാൾ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച സംവിധായകൻ. അദ്ദേഹം മികച്ച സംവിധായകനും അതേപോലെ മികച്ച തിരക്കഥാകൃത്തും കൂടിയാണ്. രണ്ടും കൂടി വരുന്നുണ്ട്. അതിനിവിടെ എഴുതിയിട്ടില്ല. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ആരാണ്? ചിദംബരം എസ് പൊതുവാളാണ്. പിന്നെ മികച്ച സ്വഭാവ നടൻ 2 പേരുണ്ട്, സിദ്ധാർത്ഥ ഭരതനും സൗബിനും. സിദ്ധാർത്ഥ ഭരതന് ഭ്രമയുഗത്തിലും സൗബിന് മഞ്ഞുമ്മൽ ബോയ്സിലെ അഭിനയത്തിനുമാണ് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മികച്ച പിന്നണി ഗായകൻ ഹരിശങ്കർ. സിനിമ ഏതാണ്? ARM. മികച്ച പിന്നണി ഗായിക സെബ ടോമി. സിനിമ ആ. ഇനി അടുത്തത് മികച്ച ഗാനരചയിതാവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച ഗാനരചയിതാവ് വേടനാണ്. അപ്പോൾ വേടൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഹിരൺദാസ് മുരളി. അത് ഓർത്ത് വയ്ക്കണം. സിനിമ ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് കണ്ട ഒരു പേരാണല്ലേ വേടൻ. കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ട് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വേടൻ
അദ്ദേഹമാണ് ഇത്തവണത്തെ മികച്ച ഗാനരചയിതാവ്. ഇനി മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് ആരായിരുന്നു? ഫാസിൽ മുഹമ്മദ്. ഫെമിനിച്ചി ഫാസിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ഫെമിനിച്ചി ഫാത്തിമ അത് ഡയറക്റ്റ് ചെയ്തത് ഫാസിൽ മുഹമ്മദാണ്. അദ്ദേഹമാണ് മികച്ച നവാഗത സംവിധായകൻ, അഥവാ പുതുമുഖ സംവിധായകനല്ലേ. അപ്പോൾ മികച്ച നവാഗത സംവിധായകനാരാണ്? ഫാസിൽ മുഹമ്മദ്. ഇനി മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? പ്രേമലു. പ്രേമലുവിൻ്റെ സംവിധായകനാരാണ്? ഗിരീഷ് ഏടി. മികച്ച ജനപ്രീതിയുള്ള ചിത്രം ഏതാണ്? പ്രേമലു. സംവിധായകൻ ഗിരീഷ് ഏടി. ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി, പരിസ്ഥിതി ആ ഒരു സെക്ഷനിൽ നോക്കാം. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്താണ് ആദ്യ. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്താണ് ആദ്യ. അപ്പോൾ ഈ ആദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ഉമയും അതേപോലെ നാടൻ നെല്ലിനമായ തവളക്കണ്ണനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പുതിയൊരു സങ്കരവർഗ്ഗമാണ്. അതാണ് ആദ്യം. അപ്പം ഉമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75% നെൽകർഷകരും ഉപയോഗിച്ചിരുന്നത് ഉമയാണ്. പിന്നെ അതിൻ്റെ കൂടെ ആരെ കൂടി മിക്സ് ചെയ്തു? നമ്മുടെ തവളക്കണ്ണൻ, നാടൻ ഇനം. അങ്ങനെ പുതിയ ഒരു സങ്കര ഇനമായി. അതാണ് ആദ്യം. കേന്ദ്ര നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ ഹരിത മികവിനുള്ള പ്രൈസ് ലഭിച്ചത് കൊച്ചി മെട്രോയ്ക്കാണ്. എന്താണ്? കേന്ദ്ര നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ ഹരിത മികവിനുള്ള പ്രൈസ് ലഭിച്ചത് കൊച്ചി മെട്രോയ്ക്കാണ്. ഇനി അടുത്തത് നോക്കാം. കേരളത്തിലെ കണ്ണാടിപ്പായ, മുളപ്പായ എന്ന് പറയും. അപ്പോൾ ഈ അടുത്ത് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അതിന് ഒരു നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട്. ആ ഒരു പായ കണ്ടില്ലേ, നടുക്കൊരു പിന്നെ ഒരു ചതുരത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ ഹബ്ബ് വരുന്നത് കോഴിക്കോടാണ്. നമുക്കറിയാം ഇപ്പം എല്ലാം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ടെല്ലാം മാറിയിരിക്കുകയാണല്ലേ. അപ്പം നമ്മളും അതിനനുസരിച്ച് മാറണം, കേരളവും മാറണം. അപ്പോൾ അങ്ങനെ ഒരു AI ഇന്നൊവേഷൻ ഹബ്ബ് വരുന്നത് എവിടെയാണ്? കോഴിക്കോട് സൈബർ പാർക്കിന് അടുത്തായിട്ടാണ് വരുന്നത്. ഇനി അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മൂങ്ങ വലച്ചിറകൻ, അതൊരിങ്ങനെ തുമ്പിയാണ്. 134 വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേര് പ്രോട്ടിഡ്രിസിറസ് ആൽബോകപിറ്ററ്റസ്. അതെങ്ങനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കണം ഞാൻ കുറേ ആലോചിച്ച്, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ അവസാനം ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തത്. സിരസിൽ ഭയങ്കര അതായത് സിരസിൽ ഒരുപാട് പ്രോട്ടീനുള്ള ഒരു തരം തുമ്പിയാണിത്. സിരസിൽ ഒരുപാട് പ്രോട്ടീനുള്ള ഒരു തരം തുമ്പിയാണത്. പ്രോട്ടിഡിസിറസ് ആൽബോകപിറ്ററ്റസ്. അപ്പോൾ പ്രോട്ടിഡ്രിസിറസ് അങ്ങനെ കിട്ടുമല്ലോ, സിരസിൽ ഒരുപാട് പ്രോട്ടീൻ ഉള്ളത് എന്നാലോചിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. അടുത്തത് നമുക്ക് നോക്കാം. മാനാഞ്ചിറ പാർക്കിൽ മിയാവാക്കി മാതൃകയിൽ ചെറിയ വനം ക്രിയേറ്റ് ചെയ്യുന്നു. മാനാഞ്ചിറ പാർക്കിൽ മിയാവാക്കി മാതൃകയിൽ ചെറിയ വനം ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ മിയാവാക്കി വനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അത് ജപ്പാൻ സയൻറ്റിസ്റ്റായ അകിര മിയാവാക്കി കൊണ്ടുവന്നൊരു രീതിയാണ്. അതായത് ഒരു വനം, ഒരു ഫോറസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം എടുക്കുമല്ലോ ഒരു മരങ്ങൾ ഉണ്ടാവാൻ തന്നെ. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ അങ്ങനെ വനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ, അതായത് മരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വളരുന്നൊരു രീതിയാണ്. അപ്പം അങ്ങനെ ഒരു വനം ക്രിയേറ്റ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയിലാണ്. മാനാഞ്ചിറ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ടൗണിൽ തന്നെയുള്ളൊരു പാർക്കാണ്. ഒരു ചിറയ്ക്ക് ചുറ്റും ഉള്ളൊരു പാർക്ക്. ചിറ എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിന് ചുറ്റുമുള്ളൊരു പാർക്കാണിത്. അതെന്തിനാണ് അങ്ങനെ ഒരു വനം ക്രിയേറ്റ് ചെയ്യുന്നത്? കാർബൺ രഹിതമാക്കാനാണ്. യുണൈറ്റഡ് നേഷൻസ് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ 100 വർഷങ്ങൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി കുസാറ്റ് സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സംവാദ പരിപാടിയാണ് ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം. അത് തിരിച്ചെങ്ങനെയും ചോദിക്കാം. ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം എന്ന ശാസ്ത്ര സംവാദ പരിപാടി നടപ്പിലാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ എന്ന് ചോദിക്കാം. അതിനുത്തരം ഏതാണ്? കുസാറ്റാണ്. ഇനി അടുത്തത് അപ്പോയിൻമെൻറ്റ്സ് ആണ്, നമുക്ക് നോക്കാം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമല്ലോ, മികച്ച ശബ്ദ മിശ്രണത്തിന് ഓസ്കർ അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലേ.
2009 ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത്. സ്ലം ഡോഗ് മില്യനെയർ എന്ന സിനിമയ്ക്കാണ് അത് ലഭിച്ചത്. അദ്ദേഹത്തിന് ഓസ്കാറൊക്കെ കിട്ടി. പിന്നെ അടുത്ത വർഷം തന്നെ എന്തും കിട്ടി, പത്മശ്രീ അവാർഡും ലഭിച്ചു. 2010 എന്ത് ലഭിച്ചു? പത്മശ്രീ അവാർഡ് ലഭിച്ചു. അതേപോലെ 2010 തന്നെ നാഷണൽ അവാർഡ് ലഭിക്കുന്നുണ്ട്. 2009 ഫിലിംസിനാണ് ലഭിക്കുന്നത്. അത് പഴശ്ശിരാജയ്ക്കാണ് കിട്ടിയത്. ഇനി അടുത്ത അപ്പോയിൻമെൻറ്റ്സ് നോക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ആരാണ്? കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നത് കെ ജയകുമാറാണ്. ഇപ്പം പത്രങ്ങളിലൊക്കെ നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നതുള്ളത് കൊണ്ടാണ് ഞാനിവിടെ കൊടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആരാണ്? കെ ജയകുമാർ. സത്യം പറഞ്ഞാൽ ഇപ്പം തിരുവിതാംകൂർ ബോർഡ് ഇപ്പം പരാജയത്തിൻ്റെ വക്കിലാണല്ലോ. പിന്നെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ജയകുമാറിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആരാണ്? കെ ജയകുമാർ. അത് നിങ്ങൾ അങ്ങനെ പഠിക്കുക. ഇനി അടുത്തത് നോക്കാം. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായുള്ള കമ്മീഷൻ അധ്യക്ഷൻ. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായുള്ള കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? CN രാമചന്ദ്രൻ. ആരാണ്? CN രാമചന്ദ്രൻ. ഇനി ബുക്സ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ബുക്സ്, കലാ, സാഹിത്യം, ആ ഒരു സെക്ഷനിൽ വരേണ്ടതാണിത്. അപ്പം ഇതാണെൻ്റെ ജീവിതം, ആത്മകഥ ആരുടേതാണ്? EP ജയരാജൻ. EP ജയരാജൻ നിയമസഭാംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം. ഇത് നമുക്ക് എങ്ങനെ ആലോചിച്ച് വയ്ക്കാം? EP ജയരാജൻ. ഇദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ EPയിൽ നിന്നും എടുക്കാം. അതേപോലെ ജയരാജൻ്റെ ജ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണെൻ്റെ ജീവിതം. നമുക്കങ്ങനെ കണക്ട് ചെയ്യാലോ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ കലാസാഹിത്യം ബുക്ക്, സത്യത്തിൽ ഈ EP ജയരാജൻ്റെ ആത്മകഥ ഇവിടെ വരേണ്ടതായിരുന്നു, എഡിറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. അപ്പം 2025 സംസ്ഥാന ശാസ്ത്രോത്സവ വേദി എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു. 2025 സംസ്ഥാന ശാസ്ത്രോത്സവ വേദി പാലക്കാടായിരുന്നു. കിരീടം നേടിയത് മലപ്പുറം ജില്ലയാണ്. ഇനി അടുത്തത് നാലപ്പാട്ട് നാരായണ മേനോൻ വിക്ടർ യൂഗയുടെ ലാമി റാബലെ എന്ന നോവൽ പാവങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്തിട്ട് 100 വർഷങ്ങൾ. എന്താണ്? നാലപ്പാട്ട് നാരായണ മേനോൻ വിക്ടർ യൂഗോയുടെ ലാമി റാബലെ എന്ന നോവൽ പാവങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്തിട്ട് എത്ര വർഷമായി? 100 വർഷങ്ങൾ. ഇനി അടുത്ത സ്പോർട്സ് നോക്കാം. 37ാമത് ജിമ്മി ജോർജ് അവാർഡ് 2025 ലഭിക്കുന്നത് എൽദോസ് പോളിനാണ്. അദ്ദേഹം സ്പോർട്സിൽ ഏത് ഇനത്തിലാണ് ഉള്ളത്? ട്രിപ്പിൾ ജമ്പിലാണ്. അദ്ദേഹത്തിന് അതേപോലെ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം ലഭിച്ചു അല്ലേ? അപ്പം കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ഏക മലയാളിയാണ് അദ്ദേഹം. അതേപോലെ ട്രിപ്പിൾ ജമ്പിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അതായത് ട്രിപ്പിൾ ജമ്പ് എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിൽ ഇന്ത്യയിലേക്ക് ഗോൾഡ് കൊണ്ടുവന്ന ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അല്ലാതെ കോമൺവെൽത്ത് ഗെയിംസിലെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ഏക മലയാളി കൂടിയാണ് ഇദ്ദേഹം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഞാനിവിടെ നോട്ട് ചെയ്യാനായിട്ട് മറന്നു. 2022 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022 എൽദോസ് പോളിന് അർജുന അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണവും ലഭിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വർഷം തന്നെ അർജുന അവാർഡും ലഭിച്ചു. ഇനി സഞ്ജു സാംസൺ ഇത്തവണ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിലാണ് അദ്ദേഹത്തിന് സൂപ്പർ കിങ്സാണ് സ്വന്തമാക്കിയത്. അടുത്തത് വിയോഗമാണ്. മാനുവൽ ഫെഡറിക്. ആരാണ്? മാനുവൽ ഫെഡറിക്. ഇദ്ദേഹം ഹോക്കി ഇതിഹാസമായിരുന്നു അല്ലേ? ഹോക്കി ഇതിഹാസം മാനുവൽ ഫെഡറിക്. അദ്ദേഹം 2025 ഒക്ടോബർ 31 അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാണ്? കണ്ണൂരാണ്. സ്വദേശം കണ്ണൂരാണ്. അപ്പോൾ ഹോക്കിയിൽ അദ്ദേഹം ഗോൾ കീപ്പറായിരുന്നു. കേരളത്തിലെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവാണ് മാനുവൽ ഫെഡറിക്. അദ്ദേഹത്തിന് 1972 മൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്.
അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ്? ടൈഗർ. ടൈഗർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. 2019 മേജർ ധ്യാൻചന്ദ് പുരസ്കാരവും ലഭിച്ചിരുന്നു. അടുത്തത് കാർട്ടൂണിസ്റ്റ് ചെല്ലൻ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് EJ ഫിലിപ്പ് എന്നാണ്. അദ്ദേഹം അന്തരിച്ചു. ലോലൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളിയെ ചിരിപ്പിച്ച ഒരു വ്യക്തിത്വം ആയിരുന്നു. ലോലൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളിയെ ചിരിപ്പിച്ചു. ഇനി അടുത്തത് വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികം. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികമാണ് 2025. അദ്ദേഹം ജനിച്ചത് 1928, അദ്ദേഹം മരിക്കുന്നത് 1975. ഇനി അടുത്തത് നോക്കാം. ഇത് വിയോഗത്തിൽപ്പെട്ടതല്ല, ആർട്ടിസ്റ്റ് നമ്പൂതിരിനെ പറ്റിയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിൻ്റെ ഒരു മ്യൂസിയം വരുന്നുണ്ട്. അത് പാലക്കാട് ജില്ലയിലാണ്. ആരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി? അദ്ദേഹം പ്രശസ്തനായ ഒരു ചിത്രകാരനാണല്ലേ. ചിത്രകാരനും ശില്പിയുമായിരുന്നു. അദ്ദേഹം 2023 അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു മ്യൂസിയം വരുന്നുണ്ട് പാലക്കാട് യാർക്കാട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? KM വാസുദേവൻ നമ്പൂതിരി. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം മലപ്പുറം പൊന്നാനിയാണ്. പക്ഷേ മ്യൂസിയം വരുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ. അതങ്ങനെ ഓർത്ത് വയ്ക്കണം. സ്വദേശം മലപ്പുറമാണ്, പക്ഷേ എവിടെയാണ് മ്യൂസിയം വരുന്നത്? പാലക്കാട്. എവിടെയാണ് മ്യൂസിയം വരുന്നത്? പാലക്കാട് ജില്ലയിൽ. ഇദ്ദേഹം ചിത്രകാരനാണല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവുമല്ലോ. ആത്മകഥയുടെ പേര് രേഖകൾ. എന്താണ്? രേഖകൾ. ഇനി അദ്ദേഹം അരവിന്ദൻ്റെ ഉത്തരായനം, കാഞ്ചനസീത തുടങ്ങിയ സിനിമകളുടെ ആർട്ട് ഡയറക്ടർ ആയിരുന്നേ. ഞാനൊന്നും കൂടി പറയുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അവസാന സെക്ഷനാണ് പറയാൻ പോകുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങളൊക്കെ തന്നെ ഈ അടുത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് SIR. എന്താണ് SIR? സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലേ. അതെന്താണ്? അർഹരായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അനർഹരായവരെ ഒഴിവാക്കുകയും ചെയ്യുക അല്ലേ. അപ്പോൾ കേരളത്തിൽ അവസാനം ഈ ഒരു പരിഷ്കരണം നടന്നത് 2002 ഇപ്പോൾ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ അടുത്ത് തന്നെ നടക്കുന്നുണ്ട്. ഡിസംബർ 9-നും 11-നുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.